ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ടൈം വാല്യൂ ഓഫ് മണി. ഇപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ പണത്തിൻ്റെ മൂല്യം, അതായത് എന്ത് ചെയ്യാണ്, ഓരോ ദിവസം കഴിയുന്തോറും പണത്തിൻ്റെ മൂല്യം എന്ത് ചെയ്യാണ്, കുറഞ്ഞു പോവുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർഷം മുൻപേ വാങ്ങിയ ഒരു സാധനത്തിന് 10 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനത്തിന് ഇന്ന് നമ്മൾ ഒരു വർഷത്തിന് ശേഷം 10 രൂപയ്ക്ക് നമുക്കത് കിട്ടുന്നില്ല. എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ 15 രൂപ കൊടുക്കേണ്ടി വരാം. അപ്പോൾ അതായത് പണം എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. പക്ഷേ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു എന്നാണ് അർത്ഥം. പണം കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? മൂല്യം കുറഞ്ഞു. അന്ന് 100 രൂപേൻ്റെ വാല്യൂ ഇന്ന് 1000 രൂപയായി. അന്ന് 100 രൂപയ്ക്കായിരുന്നു വാല്യൂ എങ്കിൽ ഇന്നത്രയായി, അത് 1000 രൂപയ്ക്കായി എന്നുള്ള മീനിങ്. ഇന്നത്തെ 100 രൂപ എന്താണ്, വേസ്റ്റായിപ്പോയി, മീൻസ് വാല്യൂ കുറഞ്ഞു പോയി. അപ്പോൾ അതാണ് ടൈം വാല്യൂ ഓഫ് മണിയിൽ നമ്മൾ പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. The concept of time value is based on the fact that money has a time value. This means that the value of money depends upon time. That is, value of money changes over a period of time. It further means that this value of money today is different from the value of money received after some time in the future. To be more clearly, the money received today is more valuable than the money receivable in future. This happens because the money received today can earn some interest, but the money received in future cannot be invested. അപ്പോൾ ഇന്നത്തെ വാല്യൂവിനാണ് എന്താ പറയുക, ഇന്നത്തെ മണിക്കാണ് വാല്യൂ കൂടുതൽ, നാളത്തെ എന്താണ്, വാല്യൂ കുറവാണ്. പണം കൂടും പക്ഷേ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെയൊക്കെ മീനിങ്. അപ്പോൾ മണി ഹാസ് എ ടൈം വാല്യൂ ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺ. കാരണങ്ങളാണ് താഴെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്നത്, മണി വാല്യൂ ഉള്ളത് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ. Uncertainty and risk. Money now is certain, but money receivable tomorrow is uncertain. The party who has to make payment may become insolvent or may not survive at a later time. Thus, future is always uncertain and risky. അപ്പോൾ ഇന്ന് നമുക്ക് പണം നമ്മളെ കയ്യിലുണ്ട്, സർട്ടൈനാണ്, നമ്മളെ കയ്യിലുള്ളത് നമുക്ക് എണ്ണാൻ പറ്റും. പക്ഷേ നാളെ എനിക്ക് കിട്ടാം എന്ന് പറയുന്നത് എത്ര കിട്ടാം അല്ലെങ്കിൽ എത്ര കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്യൂച്ചർ ഈസ് അൺപ്രഡിക്റ്റബിൾ ആണ്, അല്ലേ? അപ്പോൾ റിസ്ക്കും എന്താണ്, കൂടുതലാണ്. അപ്പോൾ പണത്തിൻ്റെ മൂല്യം കുറയുന്നതിന് എന്തോ ഒരു കാരണമാവാം, അൺസർട്ടനിറ്റി ആണ് റിസ്ക്. അപ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോഡക്റ്റ് ഫ്യൂച്ചറിൽ അതിൻ്റെ ലഭ്യത കുറയുന്നു എന്ന് കണ്ടാൽ അതിൻ്റെ പൈസ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷൻ. ആൻ ഇൻഡിവിജ്വൽ ജനറലി പ്രിഫർ കറൻറ്റ് കൺസംഷൻ. The promise of a bowl of rice next week counts for little to the starving man. Even a child wants an ice cream today rather than tomorrow. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആവശ്യം ആയിരിക്കില്ല നാളത്തത്. ഇന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് നമ്മളെ കയ്യിലുള്ള പൈസ കിട്ടുന്നു. നാളെ നമ്മൾ ആവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പണം എന്ത് ചെയ്യണം, കൂടണം. അതാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. Money received today can be invested. This will earn interest. At the same time, money receivable in future cannot be invested now. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മളെ കയ്യിലുള്ള പണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്നുണ്ടോ, അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളെ പണത്തിൻ്റെ മൂല്യം. നെക്സ്റ്റ്, മോർ പർച്ചേസിങ് പവർ. In an inflationary economy, the money received today has more purchasing power than money to be received in future. അപ്പോൾ പർച്ചേസിങ് പവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ വാങ്ങുന്ന അത്രയും നമുക്ക് എന്ത് ചെയ്യില്ല, ഇന്ന് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം നമുക്ക് നാളെ എന്ത് ചെയ്യില്ല, 100 രൂപയ്ക്ക് കിട്ടില്ല. അതിന് നമ്മൾ 150 രൂപ കൊടുക്കേണ്ടി വരും. പർച്ചേസിങ് പവർ എന്താണ്, കുറയുക, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടത് കൂടുകയാണ് ചെയ്യുന്നത്, പക്ഷേ നമ്മളെ പണം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. എന്തൊക്കെ ടെക്നിക്സ് ആണെന്ന് നോക്കാം. കോമ്പൗണ്ടിങ് വാല്യൂ ടെക്നിക്, അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫ്യൂച്ചർ വാല്യൂ FV ഓഫ് പ്രസൻറ്റ് മണി. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. താഴെ നോക്കിക്കുക. A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R റേസ് ടു N. N മേലെയാണ്, റേസ് ടു N ആണ്. ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ ഇതിലുകൊണ്ടാണ് ഇങ്ങനെ വന്നു പോയത്. അപ്പോൾ റേസ് ടു N. താഴെ നോക്കാം. A ഈസ് ഈക്വൽ ടു എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്, മീൻസ് ഫ്യൂച്ചർ വാല്യൂ, നമുക്ക് കിട്ടേണ്ട വാല്യൂ.
പി പ്രിൻസിപ്പൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ള കറണ്ട് എമൗണ്ട്. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, n നമ്പർ ഓഫ് ഇയേഴ്സ് വിച്ച് കോമ്പൗണ്ടിങ് 1 നമ്മൾ എത്ര വർഷത്തിന് ശേഷം എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നുണ്ട്, നോക്കുക. കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ വെൻ ₹10,000 ഈസ് ഇൻവെസ്റ്റഡ് ഇൻ 3 years അറ്റ് 8% ഇൻട്രസ്റ്റ് പെർ ആനം. അപ്പോൾ എത്രയായിരിക്കും എന്നുള്ളത്. നമ്മളെ കയ്യിൽ 10,000 രൂപയുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് 3 വർഷത്തേക്ക്. അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 8%. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇക്വേഷനിൽ താഴെ അപ്ലൈ ചെയ്യുക. എ പറയുമ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതാണ്. പി ഈസ് ഈക്വൽ ടു 10,000, ആർ ഈസ് ഈക്വൽ ടു 8%, n 3. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇട്ട് റേസ് ടു n എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം, അതാണ് റേസ് ടു n. അപ്പോൾ 3 പ്രാവശ്യം ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 12,597. അപ്പോൾ നോക്കുക, ഇന്ന് 10,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആഫ്റ്റർ 3 years നമുക്ക് എത്ര രൂപ കിട്ടും? 12,597. അപ്പോൾ ഇന്നത്തെ 10,000 ഈസ് ഈക്വൽ ടു ആഫ്റ്റർ 3 years 12,597. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് 10,000 രൂപേൻ്റെ അതേ വാല്യൂ ആണ് എപ്പോൾ ഉണ്ടാകുക? 3 വർഷത്തിന് ശേഷം ഈ 12,597 രൂപയ്ക്ക് ഉണ്ടാവുക. ഇതാണ് ഫ്യൂച്ചർ വാല്യൂ. അപ്പോൾ ഇന്നത്തെ 10,000ൻ്റെ ഫ്യൂച്ചർ വാല്യൂ 12,597 രൂപ. നെക്സ്റ്റ് ഡിസ്കൗണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക്. രണ്ടാമത്തെ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക്. അതിൽ പി വി ഈസ് ഈക്വൽ ടു P1 ഡിവൈഡ് ബൈ R1 പ്ലസ് R, P2 ഡിവൈഡ് ബൈ 1 പ്ലസ് R റേസ് ടു 2, P3 ഡിവൈഡ് ബൈ 1 പ്ലസ് R റേസ് ടു 3. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് പോകും. അതായത് നമുക്ക് ഓരോ വർഷം കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യാൻ മാറിക്കൊണ്ടിരിക്കും. ഇത് ഒരു എമൗണ്ട് അല്ല, നമുക്ക് ഒരുപാട് എമൗണ്ട് P1 P2 P3 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം താഴെ പറയുന്നുണ്ട്, നോക്കിക്കുക. Annuity received is 5,000 per annum. Calculate the present value of annuity received for 1 year if discount factor is 6%. അപ്പോൾ ആനുറ്റി റിസീവ്ഡ് 5,000 രൂപയാണ് ഓരോ വർഷവും. പെർ ആനം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും. പ്രസൻറ്റ് വാല്യൂ റിസീവ്ഡ് 4 years 4 വർഷം ഇത് ഈ 5,000 രൂപ കിട്ടും. ഡിസ്കൗണ്ട് ഫാക്ടർ 6% ആണെങ്കിൽ നോക്കുക. അപ്പോൾ ഓരോന്നിൻ്റെ താഴെ ഇക്വേഷൻ ഇട്ടിട്ടുണ്ട്. 5,000 ഡിവൈഡ് ബൈ 1 പ്ലസ് 6% എന്ന് പറയുമ്പോൾ 6/100. 6/100 എന്ന് പറയുമ്പോൾ 0.06. അങ്ങനെ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 5,000 നോക്കുക. ആദ്യം 4,716, പിന്നെ 4,449, പിന്നെ 4,198, 3,960. ഇങ്ങനെ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് വേണ്ടത് 20,000 പക്ഷേ എത്ര വന്നു? 17,325 രൂപ. നമ്മുടെ പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മളിപ്പോൾ 5,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടണം? 20,000 രൂപ കിട്ടണം. 4×5 20 രൂപ കിട്ടണം. 20,000 രൂപ കിട്ടണം. പക്ഷേ എന്താ കിട്ടുന്നത്? 17,325 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഒന്ന് 10,000 3 വർഷത്തിന് ശേഷം നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഇട്ടിട്ട് കൂടുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവിടെ പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞില്ലേ? അതായത് പണം 10,000 12,597 ആയി എന്ന് പറഞ്ഞാൽ വാല്യൂ കുറഞ്ഞതാണ്. ആ ഒരു മീനിങ്ങിലെടുക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? 5,000 നമ്മൾ അടുത്ത 5 വർഷത്തിന് ശേഷമുള്ള 5,000, ഓരോ വർഷത്തിന് ശേഷമുള്ള 5,000 ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇന്ന് 5,000 ആണെങ്കിൽ നാളെ എന്തായി മാറി? 5,000ൻ്റെ കറക്റ്റ് വാല്യൂ എത്രയായിരിക്കും? 4,716 രൂപ ഫ്യൂച്ചറിൽ. അപ്പോൾ ഓരോന്നിൻ്റെ ഫ്യൂച്ചർ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അതായത് വാല്യൂ കുറഞ്ഞു പോകുന്നത്, വാല്യൂ അതാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇത് ഈ ഒരു മെത്തേഡിൽ കാണാം. കൂടാതെ നിങ്ങൾക്കൊരു നമ്മളെ എന്താ പറയുക, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് വേണം? ലോഗരിതം